എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ +1 ഹയർ സെക്കൻഡറി സേവർ ഇംപ്രൂവ്മെൻറ്റ് കമ്പാർട്ട്മെൻറ്റ് വിഭാഗം പരീക്ഷാ ഫലങ്ങൾ പ്രസിദ്ധീകരിച്ച ശേഷം വിദ്യാർത്ഥികൾ ചോദിക്കുന്ന പ്രധാനപ്പെട്ട കാര്യമാണ് +1ൻ്റെ പബ്ലിക് എക്സാമിനേഷൻ്റെ റിസൾട്ട് എപ്പോഴാണ് വരിക. അപ്പോൾ ഈ ഒരു സംശയം വിദ്യാർത്ഥികൾ എല്ലാവരും ചോദിക്കുന്ന കാര്യമാണ്. അപ്പോൾ വിദ്യാർത്ഥികളുടെ ഈ വർഷത്തെ +1 ഹയർ സെക്കൻഡറി പരീക്ഷാഫലം എപ്പോഴാണ് വരിക എന്നുള്ളത് വിദ്യാർത്ഥികൾ ചോദിച്ച സംശയമായിരുന്നു. അപ്പോൾ ഇതിനുള്ള ഉത്തരം എന്ന് പറയുന്നത് നിങ്ങൾക്ക് ജൂൺ ആദ്യവാരം, അതായത് ഏകദേശം ഒരു ജൂൺ 3-ാം തീയതി അല്ലെങ്കിൽ 4-ാം തീയതി ആ ഒരു ടൈമിനുള്ളിൽ നിങ്ങളുടെ ഈ ഒരു +1ൻ്റെ പബ്ലിക് എക്സാമിനേഷൻ്റെ റിസൾട്ട് വരുന്നത് ആണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു റിസൾട്ട് അറിയാനായിട്ട് എങ്ങനെയാണ് നിങ്ങളുടെ റിസൾട്ട് അറിയാം എന്നുള്ളത് നിങ്ങൾക്കൊരു അറിയാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ടാവും. അപ്പോൾ +1ൻ്റെ റിസൾട്ട് പ്രസിദ്ധീകരിക്കുന്ന വെബ്സൈറ്റ് എന്ന് പറയുന്നത് ജസ്റ്റ് നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ ഈ ഒരു വെബ്സൈറ്റിലാണ് നിങ്ങളുടെ +1ൻ്റെ റിസൾട്ട് പ്രസിദ്ധീകരിക്കുക. അതായത് results.hsc.kerala.gov.in എന്നുള്ള ഈ ഒരു വെബ്സൈറ്റിലാണ് നിങ്ങളുടെ +1ൻ്റെ ഹയർ സെക്കൻഡറി പരീക്ഷാഫലം പ്രസിദ്ധീകരിക്കുക. സാധാരണ +2ൻ്റെ റിസൾട്ട് വിവിധ വെബ്സൈറ്റുകളിൽ പ്രസിദ്ധീകരിക്കും. എന്നാൽ +1ൻ്റെയും +1 ഇംപ്രൂവ്മെൻറ്റ് പരീക്ഷാഫലവും ഏതെങ്കിലും ഒരു വെബ്സൈറ്റിൽ മാത്രമാണ് പ്രസിദ്ധീകരിക്കുക. അത് മുൻ വർഷങ്ങളിലൊക്കെ ഈ ഒരു kerala-results.nic.in എന്നുള്ള വെബ്സൈറ്റിലായിരുന്നു. ഇത്തവണ പുതുതായിട്ട് ഡെവലപ്പ് ചെയ്ത ഒരു വെബ്സൈറ്റാണ് ഇത് results.hsc.kerala.gov.in എന്നുള്ള ഈ ഒരു കേരള വിദ്യാഭ്യാസ വകുപ്പിൻ്റെ ഒരു എക്സാമിനേഷൻ റിസൾട്ടിൻ്റെ പോർട്ടലാണിത്. അപ്പോൾ ഈ ഒരു പോർട്ടലിലാണ് നിങ്ങളുടെ റിസൾട്ട്സ് പ്രസിദ്ധീകരിക്കുക. പോർട്ടൽ എന്ന് പറയുമ്പോൾ വെബ്സൈറ്റ് എന്നാണ് അർത്ഥമാക്കുന്നത്. അപ്പോൾ ഈ ഒരു വെബ്സൈറ്റിലാണ് നിങ്ങളുടെ റിസൾട്ട് പ്രസിദ്ധീകരിക്കുക. നിങ്ങളുടെ +1ൻ്റെ റിസൾട്ട് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതുപോലെ എക്സാംസ് എന്നുള്ള ഭാഗത്ത് +1 പബ്ലിക് എക്സാമിനേഷൻ മാർച്ച് 2025 എന്ന് പറഞ്ഞുകൊണ്ടുണ്ടാവും. അതുപോലെ തന്നെ നിങ്ങൾക്ക് എപ്പോഴാണ് നിങ്ങളുടെ റിസൾട്ട് പ്രസിദ്ധീകരിച്ചിട്ടുള്ളത്, അതായത് ജൂൺ മാസമാണ് പ്രസിദ്ധീകരിക്കുക. റിസൾട്ട് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതുപോലെ ചെക്ക് റിസൾട്ട് എന്നുള്ള ഓപ്ഷൻ ഉണ്ടാവും. അപ്പോൾ നിങ്ങൾ അതിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങളുടെ രജിസ്ട്രേഷൻ നമ്പറും ഡേറ്റ് ഓഫ് ബർത്തും നൽകി അതുപോലെ തന്നെ ക്യാപ്ച കോഡ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ആ ഒരു പേജിൽ ഒരു ചിത്രം കാണാൻ പറ്റും. ഇത് ഈ ഒരു ഇംപ്രൂവ്മെൻറ്റിൻ്റെ റിസൾട്ടിൻ്റെ ലിങ്കാണ്. ജസ്റ്റ് ഞാൻ നിങ്ങൾക്ക് ആ ഒരു പേജ് കാണിച്ചു തരാം. അപ്പോൾ ഈ ഒരു രീതിയിലാണ് നിങ്ങൾക്ക് ഉണ്ടാവുക. അപ്പോൾ നിങ്ങളുടെ രജിസ്ട്രേഷൻ നമ്പർ, ഡേറ്റ് ഓഫ് ബർത്ത് എന്നിവ നൽകിയ ശേഷം നിങ്ങളുടെ ഇവിടെ നിങ്ങൾ ആ ഒരു പേജ് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ഇതുപോലെ നിങ്ങൾക്കൊരു ചിത്രം കാണാൻ പറ്റും. അപ്പോൾ ഈ ഒരു ചിത്രത്തിൽ കുറച്ച് ഇംഗ്ലീഷ് അക്ഷരം കാണാം. അപ്പോൾ ആ ഒരു ഇംഗ്ലീഷ് അക്ഷരം കൃത്യമായിട്ട് ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുത്ത ശേഷം ചെക്ക് റിസൾട്ടിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് നിങ്ങളുടെ റിസൾട്ട് അറിയാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഈ ഒരു രീതിയിലാണ് വിദ്യാർത്ഥികൾക്ക് ഈ വർഷത്തെ +1 ഹയർ സെക്കൻഡറി പരീക്ഷാഫലം അറിയാനായിട്ട് സാധിക്കുക. വിദ്യാർത്ഥികളുടെ +1ൻ്റെ ഹയർ സെക്കൻഡറി പരീക്ഷാഫലം ജൂൺ ആദ്യവാരത്തോടെ പ്രസിദ്ധീകരിക്കും. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് റിസൾട്ട് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പ്രതീക്ഷിച്ച മാർക്ക് കിട്ടിയിട്ടില്ല എങ്കിൽ റീവാലുവേഷൻ, സ്ക്രൂട്ടിനി, ഫോട്ടോ കോപ്പി എന്നിവയ്ക്കുള്ള അപേക്ഷകൾ സമർപ്പിക്കാൻ സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ടത് +2ൻ്റെ ക്ലാസ്സുകൾ ആരംഭിച്ച ശേഷം നിങ്ങൾ നന്നായിട്ട് പഠിക്കാനായിട്ട് ശ്രദ്ധിക്കുക. +1ന് മാർക്ക് കുറവാണ് എങ്കിൽ വിദ്യാർത്ഥികൾ ഉറപ്പായിട്ടും നന്നായിട്ട് പഠിക്കാനായിട്ട് ശ്രദ്ധിക്കുക. കാരണം ഈ വർഷത്തെ +1 ഹയർ സെക്കൻഡറി ഈ ഒരു സേവർ ഇംപ്രൂവ്മെൻറ്റ് പരീക്ഷ, അതായത് +1ൻ്റെ ഇംപ്രൂവ്മെൻറ്റ് പരീക്ഷ നടക്കുന്നത് 2026 +1 പബ്ലിക് എക്സാമിനേഷൻ്റെ കൂടിയായിരിക്കും. ആ ഒരു സമയത്ത് നിങ്ങൾക്ക് +2 പരീക്ഷ കൂടി ഉണ്ടാവും. അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ +1ന് മാർക്ക് കുറവാണെങ്കിൽ +2ന് നന്നായിട്ട് പഠിച്ച് കൂടുതൽ മാർക്ക് വാങ്ങിക്കാനായിട്ട് ശ്രദ്ധിക്കുക. +1ന് നിങ്ങൾക്ക് മാർക്ക് കുറവാണെന്ന് വെച്ച് +2ന് മാർക്ക് കൂടുതൽ വാങ്ങിക്കാൻ പറ്റാതിരിക്കുകയൊന്നുമില്ല. കാരണം പല വിദ്യാർത്ഥികൾക്കും ആ ഒരു ചിന്ത ഉണ്ടാകും. അതായത് വിദ്യാർത്ഥികൾക്ക് +1ന് മാർക്ക് കുറവാണ്, അപ്പോൾ +2ന് എനിക്ക് പഠിച്ചു കഴിഞ്ഞാൽ മാർക്ക് കിട്ടുമോ എന്നുള്ളൊരു ഡൗട്ട് ഉണ്ടാവും. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് +2 നന്നായിട്ട് പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും കൂടുതൽ മാർക്ക് വാങ്ങിക്കാൻ പറ്റും. അല്ലാതെ +1ന് മാർക്ക് കുറവാണ് എന്ന് വെച്ച് നിങ്ങൾ +2ന് പഠിച്ചാൽ മാർക്ക് കിട്ടില്ല എന്നൊന്നുമില്ല. അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ടത് +1ന് മാർക്ക് കുറവാണെങ്കിലും നിങ്ങൾ +2 ക്ലാസ്സുകൾ ആരംഭിച്ച ശേഷം നന്നായിട്ട് പഠിച്ച് കൂടുതൽ മാർക്ക് വാങ്ങിക്കുക. അല്ലാതെ ക്ലാസ് ആരംഭിച്ച ശേഷം എനിക്ക് പഠിച്ചാലൊന്നും പറ്റില്ല എന്നൊക്കെ കരുതിക്കൊണ്ട് നിങ്ങൾ ഈ ഒരു പഠിക്കാതിരിക്കുകയൊന്നും ചെയ്യരുത്. അപ്പോൾ നന്നായിട്ട് +1ന് മാർക്ക് കുറഞ്ഞാലും കൂടിയാലും അല്ലെങ്കിൽ നല്ല മാർക്ക് കിട്ടിക്കഴിഞ്ഞാലും +2 നന്നായിട്ട് പഠിച്ച് കൂടുതൽ മാർക്ക് വാങ്ങിക്കാൻ ശ്രദ്ധിക്കുക. അപ്പോൾ എല്ലാ വിദ്യാർത്ഥികൾക്കും മികച്ച മാർക്ക് കിട്ടട്ടെ എന്ന് ആശംസിക്കുന്നു. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.